ഞാൻ ഇന്നിവിടെ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എൻ്റെ ഹോപ്പ്നൊപ്പം അഡ്വാൻസ് സെഷനിലൂടെ ഉണ്ടായ എൻ്റെ ലൈഫിലെ ചേഞ്ചസും എൻ്റെ ഒരു സക്സസ് സ്റ്റോറി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഞാൻ അഞ്ജു സന്തോഷിൻ്റെ കീഴിൽ ഈ ഹോപ്പ്നൊപ്പം അഡ്വാൻസ് എടുക്കുമ്പോൾ ഞാൻ വളരെ ഡൗൺ ആയിരുന്നു. എൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് എനിക്കൊരു ജോബ് ഇല്ല എന്നതായിരുന്നു. സോ ജോബ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വളരെയധികം സ്ട്രെസ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ വളരെ കോൺഫിഡൻസ് ഒന്നുമില്ല, അങ്ങനെ ഭയങ്കര ഡൗൺ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ഞാൻ അങ്ങനെയാണ് അഞ്ചു സന്തോഷമായിട്ട് മീറ്റ് ചെയ്യുന്നതും ഈ ഒരു സെഷൻ എടുക്കുന്നതും. എൻ്റെ ഒരു ബെസ്റ്റ് ഡിസിഷൻ തന്നെ ആയിരുന്നു എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും ഈ സെഷൻസ് എടുത്തത്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ വന്നത് കരിയറിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ആക്ച്വലി ഞാൻ എൻ്റെ ഹെൽത്ത് വൈസ് ആയിട്ടാണെങ്കിലും റിലേഷൻഷിപ്സും എല്ലാ ഏരിയാസിലും കൂടിയാണ് നമുക്ക് ഹീൽ ചെയ്തതും നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ചേഞ്ചസ് വന്നത്. സെഷൻ സ്റ്റാർട്ട് ചെയ്തൊരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ ചേഞ്ചസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് പഴയ പോലെ കോൺഫിഡൻ്റ് ആവാനും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ജോലി കിട്ടാതെ പോകുന്നതും ഏത് ഏരിയാസിലാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത് എന്നെല്ലാം നമുക്ക് ഓരോ സെഷനിലൂടെയും നല്ല വിശദമായിട്ടും നമ്മളെ അത്ര കാര്യമായിട്ട് വരുന്ന ഓരോ സെഷനിലും നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. എന്താണ് ചെയ്യേണ്ടത്, ടെക്നിക്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മളുടെ ഫീലിങ്സ് എന്താണ്, നമ്മളുടെ വേ ഓഫ് തിങ്കിങ്ങിൽ ചേഞ്ചസ് വരുത്താനും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും എല്ലാം നമ്മൾക്ക് പറഞ്ഞു തരികയായിരുന്നു. അതുവഴി തന്നെ എനിക്ക് ഒരു വലിയൊരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായത്. എൻ്റെ കരിയറിൽ മാത്രമല്ല, എൻ്റെ റിലേഷൻഷിപ്സിലാണെങ്കിലും കൂടെ ചുറ്റുള്ളവരോട് എങ്ങനെ നമ്മൾ പെരുമാറണം അതിലൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആവാൻ എനിക്ക് സാധിച്ചു. ബെറ്ററായിട്ട് അവരോടൊക്കെ മിങ്കിൾ ചെയ്യാനും അവരോടൊക്കെ നന്നായിട്ട് രീതിയിൽ സംസാരിക്കാനൊക്കെ ഞാൻ കൂടുതൽ പഠിച്ചു. അതുപോലെ തന്നെ മണി വൈസ് ആയിട്ടാണെങ്കിലും നമ്മൾ പണത്തിനോട് എന്താണ് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അതിലൊരു ചേഞ്ച് വന്നു. അതുപോലെ ഹെൽത്തിലാണെങ്കിലും കുറേ ഹെൽത്ത് ഇഷ്യൂസ്, സ്ട്രെസ്സുകൾ കാരണം എനിക്കുണ്ടായിരുന്നു. അതിനെയൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, പോയ കോൺഫിഡൻസ് എല്ലാം തിരികെ വരാനും എങ്ങനെയാണ് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾക്ക് എന്തെങ്കിലും നെഗറ്റിവിറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എങ്ങനെയാണ് നമ്മളിലേക്ക് അത് വരാതിരിക്കേണ്ടത്, ഈ സെഷനിലൂടെ നമ്മളുടെ ഒരു ബെറ്ററാക്കി എടുക്കുകയായിരുന്നു ഓരോ പ്രാവശ്യവും. സോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കൂടുതലായിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോരോ നമ്മളുടെ ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ പറയുമ്പോഴും അത് കേട്ടിരിക്കാനുള്ള ഒരു മനസ്സും, നമ്മളത്ര കാര്യമായിട്ടാണ് നമ്മൾ ഓരോ പ്രശ്നങ്ങളും കേട്ടിരിക്കുന്നതും അത്ര ടൈം എടുത്ത് നമുക്ക് പറഞ്ഞു തരികയും ഓരോ കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് പറഞ്ഞു തരികയും നമ്മളുടെ കൂടെ ഉണ്ട്, നമ്മളുടെ കൂടെ ഒരാളുണ്ട് ഇതെല്ലാം കേൾക്കാൻ എന്നുള്ള നമുക്കുള്ളിൽ തന്നെ ഒരു ട്രസ്റ്റ് ബിൽഡ് എടുക്കുകയും എല്ലാവരും നമുക്ക് അതൊരു വലിയൊരു കാര്യമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു അവസരത്തിൽ എനിക്ക് അഞ്ജു ചേച്ചിനോട് എൻ്റെ വലിയൊരു നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ലൈഫിൽ ഇത്രയും അധികം ചേഞ്ചസ് വരുത്തിയതിന്. ഈ സെഷനിലൂടെ എനിക്ക് മനസ്സിലായും നമ്മളുടെ കൂടെ ഉണ്ട്, നമ്മളുടെ കൂടെ ഒരാളുണ്ട് ഇതെല്ലാം കേൾക്കാൻ എന്നുള്ള നമുക്കുള്ളിൽ തന്നെ ഒരു ട്രസ്റ്റ് ബിൽഡ് എടുക്കുകയും എല്ലാവരും നമുക്ക് അതൊരു വലിയൊരു കാര്യമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു അവസരത്തിൽ എനിക്ക് അഞ്ജു ചേച്ചിനോട് എൻ്റെ വലിയൊരു നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ലൈഫിൽ ഇത്രയും അധികം ചേഞ്ചസ് വരുത്തിയതിന്. ഈ സെഷനിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഫിസിക്കൽ ബോഡീനെ നമ്മൾ അത്രയും ടേക്ക് കെയർ ചെയ്യും. നമ്മുടെ സൗന്ദര്യത്തിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയെല്ലാം കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. നല്ല ഭക്ഷണം, നമ്മുടെ ശരീരത്തിന് വേണ്ടി എല്ലാം നല്ല കാര്യങ്ങൾ നമ്മൾ എടുക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്നത് മനസ്സിനെയാണ്. നമ്മുടെ മനസ്സും അതുപോലെ ആരോഗ്യമായിട്ട് കൊണ്ട് നടക്കാനായിട്ട് നമ്മൾക്ക് പലപ്പോഴും കഴിയാറില്ല. അതുപോലെ നമ്മളുടെ മനസ്സും നമ്മളുടെ ബോഡി എത്രമാത്രം കണക്റ്റഡ് ആണെന്നും നമ്മളുടെ മനസ്സിനെ അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ എത്രമാത്രം നമ്മൾ ടേക്ക് കെയർ ചെയ്യണമെന്ന് നമ്മൾ ആരും ഈ ബിസി ലൈഫിൽ ചിന്തിക്കാറില്ല. സോ ഞാൻ അതിൽ നിന്ന് പഠിച്ചൊരു വലിയ കാര്യമായിരുന്നു അത്. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് സോ ഇമ്പോർട്ടൻറ്റ്. നമ്മളതിനെ ടേക്ക് കെയർ ചെയ്യണം. ഫിസിക്കൽ ബോഡിയിൽ നമ്മൾ ഡീടോക്സിഫിക്കേഷൻ നടത്താറുണ്ടല്ലേ, പക്ഷേ നമ്മളാരും മെൻ്റലി നമ്മൾക്ക് ഉണ്ടാകുന്ന ഇഷ്യൂസിനെ നമ്മളാരും
ആ ഒരു പ്രോസസ്സ് ചെയ്യാറില്ല. അതെല്ലാം നമ്മൾ ക്യാരി ചെയ്യും. ആൻഡ് ഫോർവേഡ് ഇൻ അവർ ഫ്യൂച്ചർ നമ്മളത് ഈ പാസ്റ്റിൽ നമ്മളെല്ലാം ഡ്രാഗ് ചെയ്ത് നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ കുറേ പ്രോബ്ലംസ് ഉണ്ടാക്കും. എനിക്ക് അഞ്ജു ചേച്ചീനോട് വളരെയധികം താങ്ക്സ് ഉണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്തതിനും എൻ്റെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ഈ അഡ്വാൻസ് ഓപ്പണപ്പോണോ സെഷൻസ് എടുത്തതിലൂടെ എനിക്ക് ഉണ്ടായ മാറ്റങ്ങൾക്കും അതുപോലെ എൻ്റെ കൂടെ നിന്നതിനും ഒരു ചേച്ചിയോട് എൻ്റെ കൂടെ നിന്നതിനും എല്ലാം എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. എന്നെപ്പോലെ തന്നെ ലൈഫിൽ പല പ്രശ്നങ്ങളും നേരിടുന്ന പലരും ഉണ്ടാകും. അങ്ങനെ ഒരുപാട് പേർക്ക് സഹായമാവാനും ഒരു ആശ്വാസമാവാനും അഞ്ജു ചേച്ചിക്ക് സാധിക്കട്ടെ. അവരുടെ എല്ലാവരുടെയും ലൈഫ്, അവരുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റി അവർക്കൊക്കെ നല്ലൊരു ബെറ്റർ ലൈഫ് കൊടുക്കാനായിട്ട് അഞ്ജു ചേച്ചിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു.